ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ആൻഡ് റിവേഴ്സൽ റൂൾ 43 ആണ്. അതായത് GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അയാൾ ഏതെങ്കിലും തരത്തിലുള്ള ക്യാപിറ്റൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് വഴി ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് അദ്ദേഹത്തിന് ക്ലെയിം ആയിട്ട് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ആയിട്ട് എടുക്കുമ്പോൾ അത് എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത്, അത് വിനിയോഗിച്ച് കഴിഞ്ഞാൽ അത് ഏതൊക്കെ രീതിയിലാണ് വിനിയോഗിക്കുന്നതെന്ന് കൃത്യമായിട്ടും അദ്ദേഹത്തിൻ്റെ ഫോം GSTR 2 മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. ഇവിടെ കൃത്യമായിട്ടും പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ദ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഈസ് ക്ലെയിംഡ് ഷുഡ് ബി ആട്രിബ്യൂട്ടബിൾ ടു ദ പർപ്പസ് ഓഫ് ബിസിനസ് ഫോർ എഫക്റ്റിംഗ് ടാക്സബിൾ സപ്ലൈസ്. ദെയർഫോർ ദ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് in respect of capital goods partially used for the purpose of business, partially for other purpose, or partially used for taxable supplies and partially for exempt supplies shall be treated in the following manner. അതായത് GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഏതൊരു ബിസിനസ്സുകാരനും അയാൾക്ക് ഗവൺമെൻറ്റിൻ്റെ കൈകളിൽ നിന്നും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് കിട്ടുമ്പോൾ അങ്ങനെ ലഭിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് യൂസ് ചെയ്യുന്നത് ബിസിനസ്സിൻ്റെ ആവശ്യത്തിനായിരിക്കും. അല്ല എങ്കിൽ ടാക്സിബിൾ സപ്ലൈയുടെ ഭാഗമായിട്ട് അദ്ദേഹം ഗുഡ്സോ സർവീസോ ഏതെങ്കിലും ഒരു കസ്റ്റമറിന് വിറ്റതിന് ശേഷം അയാൾ കളക്ട് ചെയ്യുന്ന ടാക്സ് ലയബിലിറ്റി കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം വിനിയോഗിക്കുന്നത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട്. അതുകൊണ്ട് തന്നെ GSTയുടെ അകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരന് ഏതെങ്കിലും കാരണവശാൽ ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ലഭിക്കുകയാണെങ്കിൽ, അത് ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് വിനിയോഗിക്കുന്നത് ബിസിനസ്സിൻ്റെ പർപ്പസിനായിട്ടോ അല്ല എങ്കിൽ നോൺ ബിസിനസ്സിൻ്റെ പർപ്പസിനായിട്ടോ ആണ്, അല്ല എങ്കിൽ ടാക്സിബിൾ സപ്ലൈയുടെ ഭാഗമായിട്ടാണ്, അല്ല എങ്കിൽ എക്സംപ്റ്റ് സപ്ലൈയുടെ ഭാഗമായിട്ടാണ് ആ ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ഉപയോഗിക്കുന്നതെങ്കിൽ അത് കൃത്യമായിട്ടും ഫോം GSTR 2 മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. അതാണ് താഴേക്ക് പറയുന്നത്. ഫസ്റ്റ് സന്ദർഭം ഇങ്ങനെയാണ്: ദ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ഫോർ നോൺ ബിസിനസ് പർപ്പസ് ഓർ യൂസ്ഡ് ഫോർ എഫക്റ്റിംഗ് എക്സംപ്റ്റ് സപ്ലൈസ് ഷാൽ ബി ഇൻഡിക്കേറ്റഡ് ഫോം GSTR 2 ആൻഡ് ഷാൽ നോട്ട് ബി ക്രെഡിറ്റഡ് ടു ദി ഹിസ് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ അയാൾ ഏതെങ്കിലും ക്യാപിറ്റൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന വഴി ആ ബിസിനസ്സുകാരന് ലഭിച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ഉപയോഗിക്കുന്നത് ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയല്ല, അദ്ദേഹത്തിൻ്റെ നോൺ ബിസിനസ് പർപ്പസിന് വേണ്ടിയാണെങ്കിലോ അല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്ഥാപനത്തിലുള്ള ടാക്സ് കൊടുത്ത് പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഗുഡ്സോ സർവീസോ കസ്റ്റമറിന് സെയിൽ ചെയ്യുന്നത് ടാക്സ് ഇല്ലാതെയാണ്. അങ്ങനെ എക്സംപ്റ്റ് സപ്ലൈയുടെ ഭാഗമായിട്ട് വരുന്ന ടാക്സ് ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നതിനോ വേണ്ടിയാണ് ഇദ്ദേഹം ഈ ഒരു ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ അത് കൃത്യമായിട്ടും എവിടെ പറഞ്ഞിട്ടുണ്ടാകണം? ഫോം GSTR 2 മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. ഇങ്ങനെ വിനിയോഗിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ ക്രെഡിറ്റ് ആവുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സന്ദർഭം. രണ്ടാമത്തെ സന്ദർഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ഇസ് യൂസ്ഡ് ഓർ intended to be used for effecting taxable supplies including zero rated supplies shall be indicated from GSTR 2 and shall be credited to the electronic credit ledger. അതായത് GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹത്തിന് ക്യാപിറ്റൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന വഴി അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്ത് ലഭിക്കുമ്പോൾ അങ്ങനെ ക്ലെയിം ചെയ്ത് ലഭിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ഉപയോഗിക്കുന്നത് ബിസിനസ്സിൻ്റെ പർപ്പസിന് വേണ്ടിയോ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയോ അല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്ഥാപനത്തിലെ ഗുഡ്സോ സർവീസോ കസ്റ്റമേഴ്സിനെ വിറ്റിട്ട് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ് ലയബിലിറ്റി കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അതിപ്പോൾ സീറോ റേറ്റഡ് സപ്ലൈ ആണെങ്കിലും ശരി, ആ രീതിയിൽ ലാണ് അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് വിനിയോഗിക്കുന്നതെങ്കിൽ അത് കൃത്യമായിട്ട് ഫോം GSTR 2 മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. ഇങ്ങനെ വിനിയോഗിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് അദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ ക്രെഡിറ്റ് ആകുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്, ഞാൻ ഏതെങ്കിലും രീതിയിലൊരു ക്യാപിറ്റൽ ഗുഡ്സ് പർച്ചേസ് ചെയ്തു, അതിന് ഞാൻ ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ആയിട്ട് ക്ലെയിം ചെയ്ത് എനിക്ക് ലഭിക്കുമ്പോൾ അങ്ങനെ ലഭിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ഞാൻ വിനിയോഗിക്കുന്നത് എൻ്റെ ബിസിനസ് ഫേമിലെ ടാക്സ് ലയബിലിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടിയാണ്. അതായത് ഞാൻ എൻ്റെ ബിസിനസ് സ്ഥാപനത്തിൽ വാങ്ങി വെച്ചിരിക്കുന്ന ഗുഡ്സോ സർവീസോ കസ്റ്റമേഴ്സിന് വിറ്റു കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ് എമൗണ്ടും ഞാൻ ഗവൺമെൻറ്റിലേക്ക് പർച്ചേസ് വഴി അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് തമ്മിൽ ക്ലെയിം ചെയ്യുകയാണ്. അതിനുശേഷം എൻ്റെ സെയിൽസ് ടാക്സ് ലയബിലിറ്റി കുറയ്ക്കുകയും ഞാൻ ബാക്കിയുള്ള റിമൈനിങ് ബാലൻസ് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് ആയിട്ട് പേ ചെയ്യുകയും ചെയ്യുന്നുള്ളൂ. ആ ഒരു പർപ്പസിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ഉപയോഗിക്കുന്നതെങ്കിൽ, ക്യാപിറ്റൽ അസറ്റിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ഉപയോഗിക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും ഫോം GSTR
GST സെപ്പറേറ്റ് ചെയ്ത് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. അതുപോലെ തന്നെ അങ്ങനെ വിനിയോഗിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് എവിടെ ക്രെഡിറ്റ് ആകും? എൻ്റെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ ക്രെഡിറ്റ് ആവുകയും ചെയ്യും. എന്താണ് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എത്ര രൂപ ഈ ITC ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമെന്ന് ഷോ ചെയ്യുന്ന ക്രെഡിറ്റ് ലെഡ്ജറിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സീറോ റേറ്റഡ് സപ്ലൈയുടെ കാര്യവും കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ GST അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. ഞാൻ എന്താണ് ഈ ക്യാപിറ്റൽ ഗുഡ്സിന് ലഭിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ITC ആയിട്ട് ക്ലെയിം ചെയ്യാൻ എനിക്ക് സാധിക്കും സീറോ റേറ്റഡ് സപ്ലൈസ് എൻ്റെ ബിസിനസ് ടൈമിൽ നടന്നു കഴിഞ്ഞാൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ GST അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. എൻ്റെ കടയിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഗുഡ്സ് സീറോ റേറ്റഡ് സപ്ലൈയുടെ ഭാഗമായിട്ട് വരുന്നതാണെങ്കിൽ ഞാൻ കസ്റ്റമേഴ്സിന് ആ ഗുഡ്സ് വിൽക്കുമ്പോൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ് എമൗണ്ടും സീറോ റേറ്റഡ് തന്നെയായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള ഗുഡ്സിനും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ITC എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ ടാക്സ് ലയബിലിറ്റി ഡിക്രീസ് ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ഗുഡ്സിന് എനിക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലഭിക്കുന്ന ഏതൊരു ബിസിനസ്സുകാരനും അദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന സപ്ലൈ സീറോ റേറ്റഡ് സപ്ലൈ ആണെങ്കിലും അത് ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു സപ്ലൈ ആണെങ്കിൽ കൃത്യമായിട്ടും അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? അതിന് ITC ക്ലെയിം ചെയ്തെടുക്കാൻ സാധിക്കും. അങ്ങനെ ക്ലെയിം ചെയ്തെടുക്കുന്ന ITC കൃത്യമായിട്ട് ഫോം GST മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. അതുപോലെ തന്നെ എന്താണ് അത് അദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ ക്രെഡിറ്റ് ആവുകയും ചെയ്യും ആ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട്. ഇനി അടുത്ത കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് ഇൻപുട്ട് ടാക്സ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് നോട്ട് കവേർഡ് അണ്ടർ ക്ലൗസ് എ. ഇനി അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് നോട്ട് കവേർഡ് അണ്ടർ ക്ലൗസ് A and B ഷാൽ ബി ക്രെഡിറ്റഡ് ടു ദി ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ ആൻഡ് ദ യൂസ്ഫുൾ ലൈഫ് ഓഫ് സച്ച് ഗുഡ്സ് ഷാൽ ബി ടേക്കൺ ആസ് 5 years ഫ്രം ദ ഡേറ്റ് ഓഫ് ഇൻവോയ്സസ്. അതായത് മുകളിൽ ഇപ്പോൾ ഏതെങ്കിലും GST അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരന് അദ്ദേഹം ക്യാപിറ്റൽ ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ട് ലഭിക്കുന്ന ITC എമൗണ്ട് മുകളിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ വിനിയോഗിച്ചിട്ടില്ല എങ്കിൽ, അതായത് എന്താണ് നമ്മുടെ ക്യാപിറ്റൽ ഗുഡ്സിന് ലഭിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ചിലപ്പോൾ വിനിയോഗിക്കുന്നത് നോൺ ബിസിനസ്സിൻ്റെ പർപ്പസിന് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ എക്സംപ്റ്റഡ് സപ്ലൈസിൻ്റെ ഭാഗമായിട്ട് ടാക്സ് ലയബിലിറ്റി കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം, അല്ല എങ്കിൽ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ടാക്സിബിൾ സപ്ലൈസ് വഴി നടന്നിരിക്കുന്ന ടാക്സിബിൾ ലയബിലിറ്റി കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. ഈ രണ്ട് രീതിയിലുമല്ല വിനിയോഗിക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് നമ്മുടെ ആ ബിസിനസ്സുകാരൻ്റെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ വന്ന് ക്രെഡിറ്റായിട്ട് കിടക്കുന്നുണ്ടാകും. എന്നാണോ ആ ഏത് അസറ്റ് പർച്ചേസ് ചെയ്തതിനാണോ അദ്ദേഹത്തിന് ആ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ലഭിക്കുന്നത്, ആ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് കിട്ടി 5 കൊല്ലം വരെയും ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഇദ്ദേഹത്തിൻ്റെ ആ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ ആ എമൗണ്ട് വന്ന് കടന്നിട്ടുണ്ടാകും. ഓക്കെ, അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തിന് ആ ക്യാപിറ്റൽ ഗുഡ്സ് പർച്ചേസ് ചെയ്ത് സപ്ലയറുടെ കയ്യിൽ നിന്നും ടാക്സബിൾ ഇൻവോയ്സ് കിട്ടി ഇദ്ദേഹത്തിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് അർഹമായ കാലഘട്ടം മുതൽ 5 കൊല്ല കാലയളവ് വരെ അദ്ദേഹത്തിന് സമയമുണ്ട് ആ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്തെടുക്കാൻ. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പ്രൊപ്പോർഷണേറ്റ് ക്രെഡിറ്റ് റെസ്പെക്റ്റ് ഓഫ് എക്സംപ്റ്റ് supplies or in respect of non-business purpose shall be added to the output tax liabilities of a person. ഇനി അടുത്ത കാര്യമാണ് ദ അഗ്രിഗേറ്റീവ് ഓഫ് ദി എമൗണ്ട് ക്രെഡിറ്റഡ് ടു ദി ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ ഷാൽ ബി കോമൺ ക്രെഡിറ്റ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ഫോർ എ ടാക്സ് പീരീഡ്. അതായത് GST അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഏതൊരു ബിസിനസ്സുകാരനായാലും ശരി, അയാൾ ഗവൺമെൻറ്റിലേക്ക് ക്യാപിറ്റൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് അയാളുടെ കോമൺ ആയിട്ടുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുന്ന അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇദ്ദേഹത്തിന് അർഹതയുണ്ടെന്ന് ഷോ ചെയ്യുന്ന ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൻ്റെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി വന്നു കിടക്കും. അപ്പോൾ പൊതുവായിട്ട് ഇദ്ദേഹം ഏത് ക്യാപിറ്റൽ ഗുഡ്സ് പർച്ചേസ് ചെയ്താലും ആ പർച്ചേസ് ചെയ്യുമ്പോൾ അയാൾ അടയ്ക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റ് ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ പൊതുവായിട്ടുള്ള ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ വന്ന് കിടക്കും. അത് പൊതുവായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ മൊത്തത്തിലുള്ള ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ആയിരിക്കും ആ ഒരു ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ വന്ന് കിടക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പ്രൊപ്പോർഷണേറ്റ് ക്രെഡിറ്റ് ഇൻ റെസ്പെക്റ്റ് ഓഫ്
exempt supplies or respect of non-business purpose shall be added to the output tax liability of the person. അതായത് ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ അയാൾ ക്യാപിറ്റൽ ഗുഡ്സിന് കിട്ടുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ വിനിയോഗിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ നോൺ ബിസിനസ് പർപ്പസിന് ബിസിനസ് ഇതര ആക്ടിവിറ്റീസിന് വേണ്ടിയോ അല്ല എങ്കിൽ എക്സംപ്റ്റ് സപ്ലൈസിൻ്റെ എക്സംപ്റ്റ് സപ്ലൈസ് വഴി വിതരണം നടന്നിരിക്കുന്ന ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ ടാക്സ് ലയബിലിറ്റി ഡിക്രീസ് ചെയ്യാനാണ് എങ്കിൽ ആ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയുടെ കൂടെ ആഡ് ചെയ്യപ്പെടുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഏതൊരു ബിസിനസ്സുകാരും അയാൾക്ക് കിട്ടുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട്, അത് ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ കാര്യത്തിൽ കിട്ടുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് വിനിയോഗിക്കേണ്ടത് ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ടാക്സിബിൾ സപ്ലൈ വഴി നടന്നിരിക്കുന്ന ടാക്സ് ലയബിലിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടിയോ ആയിരിക്കണം. അല്ലാതെ വരുന്ന ഏതൊരു കാര്യവും അദ്ദേഹത്തിൻ്റെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയുടെ കൂടെ ആഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ദ എമൗണ്ട് ഓഫ് ക്രെഡിറ്റ് ഷാൽ ബി സെപ്പറേറ്റ്ലി കമ്പ്യൂട്ടഡ് ഫോർ CGST, IGST, SGST ആൻഡ് UTGST. അതായത് ഒരു ബിസിനസ്സുകാരന് അർഹമായിട്ടുള്ള, അതായത് ഏതെങ്കിലും ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഏതൊരു ബിസിനസ്സുകാരനും അയാൾ ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട്, അത് ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ കാര്യത്തിലായിക്കോട്ടെ അല്ല എങ്കിൽ സദാ സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, അയാൾ ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് അദ്ദേഹത്തിന് അർഹമായിട്ട് കിട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ അദ്ദേഹം ഓരോ ടാക്സ് മുഖേനയും അടച്ചു വെച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ട് എത്ര എന്ന് കൃത്യമായിട്ടും വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ടാകും. ഇപ്പോൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ബിസിനസ്സുകാരനാണ്, ഞാൻ ജി എസ് ടിയുടെ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട്, ഞാൻ ഏതെങ്കിലും ക്യാപിറ്റൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന സ്വന്തം സ്റ്റേറ്റിൽ നിന്നാണെങ്കിൽ ഞാൻ പർച്ചേസ് വഴി അടച്ചു വെക്കുന്ന ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത് CGST എന്ന് പറയുന്ന പേരിലും SGST എന്ന് പറയുന്ന പേരിലായിരിക്കും. ഓക്കെ, അപ്പോൾ CGST എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റം വഴി ഇത്ര എമൗണ്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് കിട്ടാണ്ട്, SGST എന്ന് പറയുന്ന ടാക്സ് എമൗണ്ട് വഴി ഇത്ര ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് കിട്ടാണ്ട്, ഇനി ഞാൻ ക്യാപിറ്റൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന വേറൊരു സ്റ്റേറ്റിൽ നിന്നാണെങ്കിൽ ഞാൻ കൊടുക്കേണ്ടി വരുന്ന ഇൻപുട്ട് ടാക്സ് എമൗണ്ട് എന്ന് പറയുന്നത് IGST എന്ന് പറയുന്ന രൂപത്തിലായിരിക്കും. അപ്പോൾ IGST മുഖേന ഇത്ര ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ടിന് എനിക്ക് അർഹതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ടാക്സ് എമൗണ്ടും ഇന്ത്യയുടെ സ്വഭാവം അനുസരിച്ച് കൊണ്ട് ഓരോ ടാക്സ് എമൗണ്ടിനും എത്ര എമൗണ്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് കിട്ടാണെന്ന് കൃത്യമായിട്ടും അദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൻ്റെ അകത്ത് കമ്പ്യൂട്ട് ചെയ്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാകും എന്നാണ് പറഞ്ഞു വരുന്നത്. ഇത്രയുമാണ് ഒരു വ്യക്തി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുമ്പോൾ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴ്ച്ച്മെൻറ്റ് ഓഫ് ക്രെഡിറ്റ്, അതായത് ജി എസ് ടിയുടെ അകത്ത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലഭിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുന്ന ബിസിനസ്സുകാരൻ അയാൾക്ക് ലഭിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ഏതൊക്കെ രീതിയിലാണ് ക്ലെയിം ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഏത് ഒരു ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ശരി, അല്ല എങ്കിൽ ഏത് തരത്തിലുള്ള സ്റ്റോക്ക് ഐറ്റമോ അല്ലെങ്കിൽ സർവീസോ പർച്ചേസ് ചെയ്യുന്ന വഴി ഒരു ബിസിനസ്സുകാരൻ ഗവൺമെൻറ്റിൽ അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് അയാൾക്ക് കിട്ടുകയാണെങ്കിൽ അങ്ങനെ കിട്ടുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് അദ്ദേഹം വിനിയോഗിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ടാക്സിബിൾ സപ്ലൈ വഴി ഉണ്ടാകുന്ന ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്. ഓക്കെ, ഇതുകൂടാതെ തന്നെ അദ്ദേഹത്തിന് സീറോ റേറ്റഡ് സപ്ലൈ നടന്നിട്ടുണ്ടെങ്കിൽ സീറോ റേറ്റഡ് സപ്ലൈ വഴി വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ഗുഡ്സിൻ്റെ സർവീസിന് ടാക്സ് ലയബിലിറ്റി കുറയ്ക്കുവാനും അദ്ദേഹത്തിന് ഈ ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് വിനിയോഗിക്കാവുന്നതാണ്. എന്നാൽ മറ്റൊരു സന്ദർഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ബിസിനസ്സുകാരനും അയാൾക്ക് കിട്ടുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് എക്സംപ്റ്റ് സപ്ലൈസിൻ്റെ ടാക്സ് ലയബിലിറ്റി കുറയ്ക്കുവാൻ വിനിയോഗിക്കുകയില്ല. ഓക്കെ, അപ്പോൾ ഏതൊരു ബിസിനസ്സുകാർ, ഇപ്പോൾ ഞാൻ ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്, ഞാൻ ഏതെങ്കിലും തരത്തിൽ ക്യാപിറ്റൽ ഗുഡ്സോ അല്ല എങ്കിൽ സ്റ്റോക്ക് ഐറ്റമോ പർച്ചേസ് ചെയ്ത് വഴി ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ട് എനിക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ആയിട്ട് ലഭിക്കുമ്പോൾ അങ്ങനെ ലഭിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ സെയിൽ വഴി കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ്, എൻ്റെ ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സെയിൽ വഴി ഗുഡ്സോ സർവീസോ കസ്റ്റമേഴ്സിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എൻ്റെ ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പർച്ചേസ് വഴി അടച്ചു വെച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ട് എനിക്ക് ITC ആയിട്ട് കിട്ടുമ്പോൾ ഞാനത് വിനിയോഗിക്കേണ്ടത് എൻ്റെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയായിരിക്കണം, അത് ബിസിനസ്സിൻ്റെ പർപ്പസിനും വേണ്ടിയായിരിക്കണം. ഇനി മറ്റൊരു സന്ദർഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനത്തിൽ എക്സംപ്റ്റഡ് സപ്ലൈസിൻ്റെ വിതരണം നടന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു ബിസിനസ്സുകാരൻ അയാൾ ടാക്സ് കൊടുത്ത് പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഗുഡ്സ് ഒരു കസ്റ്റമറിന് ടാക്സ് ഇല്ലാതെ വിതരണം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ വിതരണം നടന്നിരിക്കുന്ന ഗുഡ്സിൻ്റെ ടാക്സ് ലയബിലിറ്റി കുറയ്ക്കുവാൻ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് വിനിയോഗിക്കുകയില്ല. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അയാൾക്ക് ലഭിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ബിസിനസ് ഇതര ആക്ടിവിറ്റീസിന് ഉപയോഗിക്കുകയില്ല. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ലഭിക്കുമ്പോൾ അങ്ങനെ ലഭിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ഒരിക്കലും അയാൾ റിവേഴ്സ് ചാർജ് മെക്കാനിസം മുഖേന പർച്ചേസ് ചെയ്തിരിക്കുന്ന ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും ടാക്സ് ലയബിലിറ്റി ഡിക്രീസ് ചെയ്യാൻ വേണ്ടി വിനിയോഗിക്കുകയില്ല. ഇനി മറ്റൊരു സന്ദർഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ ഏത് തരത്തിലുള്ള ഒരു ബിസിനസ്സുകാരൻ അയാൾ നടത്തുന്ന ബിസിനസ് സ്ഥാപനം എന്ന് പറയുന്നത് ബാങ്ക് ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, ബാങ്കിനും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ അയാൾ ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തു, അയാൾ ചെയ്യുന്ന ബിസിനസ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്ഥാപനം എന്ന് പറയുന്നത് ഏത് തരത്തിൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷനോ അല്ലെങ്കിൽ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും NBFC ഫേം ആയിക്കോട്ടെ, അങ്ങനെയുള്ള ബിസിനസ് സ്ഥാപനത്തിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് കിട്ടുന്നത് അങ്ങനെ ലഭിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് രണ്ട് രീതിയിലായിരിക്കും വിനിയോഗിക്കുന്നത്. ഒന്നാമത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് എങ്ങനെയാണ് ക്ലെയിം ചെയ്തെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 17 ക്ലൗസ് 2 പ്രകാരമായിരിക്കും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ NBFC ഫേമിനും അവർക്ക് അർഹമായിട്ടുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്തെടുക്കുന്നത്. സെക്ഷൻ 17 ക്ലൗസ് 2 പ്രകാരം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഏതെങ്കിലും ബാങ്കിങ്ങോ അല്ല എങ്കിൽ NBFC ഫേമോ വഴി വിതരണം ചെയ്യപ്പെടുന്ന ഗുഡ്സിനും സർവീസിനും അതിൻ്റെ അകത്ത് ടാക്സിബിൾ സപ്ലൈസിൻ്റെ ഭാഗമായിട്ട് ആ ഫിനാൻഷ്യൽ ഫേമിൽ നിന്നോ അല്ലെങ്കിൽ NBFC ഫേമിൽ നിന്നോ അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് മാത്രമേ എന്ത് കിട്ടുകയുള്ളൂ, ITC ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. എക്സംപ്റ്റഡ് സപ്ലൈസ് വഴി വിതരണം നടന്നിരിക്കുന്ന ഏതെങ്കിലും സർവീസിനോ അല്ല എങ്കിൽ സേവനങ്ങൾക്കോ അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ITC ആയിട്ട് ക്ലെയിം ചെയ്തെടുക്കൽ നടക്കില്ല. ഇതാണ് സെക്ഷൻ 17 ക്ലൗസ് 2 പ്രകാരം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ NBFC ഫേം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ബാങ്ക് ആയിക്കോട്ടെ, അവർ ഗവൺമെൻറ്റിലേക്ക് അടച്ചു വെച്ചിരിക്കുന്ന ടാക്സിബിൾ സപ്ലൈസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് ITC ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുള്ളൂ സെക്ഷൻ ക്ലൗസ് 2 പ്രകാരം. ഇനി അതല്ല, രണ്ടാമത് അവർ ഫോളോ ചെയ്യേണ്ട സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുമ്പോൾ അവർ ഫോളോ ചെയ്യേണ്ട സിറ്റുവേഷൻ ഇങ്ങനെയാണ്: ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ ഏതെങ്കിലും NBFC ഫേമോ അല്ല എങ്കിൽ ഏത് തരത്തിലുള്ള ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ഒരു വ്യക്തി അയാൾ ഒരു മാസം ഏതെങ്കിലും തരത്തിലുള്ള സർവീസുകളോ സേവനങ്ങളോ പർച്ചേസ് ചെയ്യുന്ന വഴി ഗവൺമെൻറ്റിൽ അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ടിൻ്റെ 15% അവർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ടായിട്ട് ക്ലെയിം ചെയ്തെടുക്കുകയും ബാക്കിയുള്ള 50% അവർ ഉപേക്ഷിച്ച് കളയുകയും ചെയ്യും. ഇങ്ങനെയാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിലുള്ള സിറ്റുവേഷനാണ്. ഒന്നെങ്കിൽ ക്ലൗസ് 17(2) പ്രകാരം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാങ്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, അവർക്ക് ലഭിച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്തെടുക്കുന്നു. അല്ല എങ്കിൽ അതായത് ബാങ്കിങ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗുഡ്സും സർവീസും അത് ടാക്സിബിൾ സപ്ലൈയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ടാക്സ് അടച്ച് പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗുഡ്സ് സർവീസ് വിതരണം ചെയ്തിട്ടുള്ളതെങ്കിൽ ടാക്സിബിൾ സപ്ലൈയുടെ ഭാഗമായിട്ടുള്ള ഗുഡ്സിനും സർവീസിനും ഈ ബാങ്കിങ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പേ ചെയ്തിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ക്ലെയിം ചെയ്തെടുക്കാൻ സാധിക്കും. എക്സംപ്റ്റഡ് സപ്ലൈസിൻ്റെ ഭാഗമായിട്ടുള്ള ഗുഡ്സിൻ്റെയും സർവീസിൻ്റെ വിതരണത്തിന് അടച്ചേക്കുന്ന ടാക്സ് എമൗണ്ട് ക്ലെയിം ചെയ്തെടുക്കാൻ സാധിക്കുകയില്ല. ഇതാണ് സെക്ഷൻ 72 ക്ലൗസ് പ്രകാരം ഉള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് എടുക്കുന്നത് മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ബാങ്ക് ആയിക്കോട്ടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ ഒരു മാസം അടച്ചു വെച്ചിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ടിൻ്റെ 15% എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ടായിട്ട് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. ബാക്കിയുള്ള 15% അവരെന്ത് ചെയ്യുന്നു, അവർ ഫോർഗോട്ട് ചെയ്ത് കളയേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് മെത്തേഡിൽ ഏതാണോ ഒരു ബാങ്കിങ്ങിനോ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് ചൂസ് ചെയ്യാൻ പറ്റുന്നത്, അവർ ആ മെത്തേഡ് അനുസരിച്ചായിരിക്കും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് എടുക്കുന്നത്. ഇങ്ങനെ എടുക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട് ബാങ്ക് ആയിക്കോട്ടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ അവർ വിനിയോഗിക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കും, അവർ വിനിയോഗിക്കുന്നത് അവരുടെ ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റീസിന് വേണ്ടിയായിരിക്കും ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ബിസിനസ് പർപ്പസിന് വേണ്ടിയായിരിക്കും ഉപയോഗിക്കുന്നത്. അവർ ആ ഫിനാൻഷ്യൽ ഫേമിൽ നിന്നോ അല്ലെങ്കിൽ നോൺ ബാങ്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ വിതരണം ചെയ്യപ്പെടുന്ന ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിതരണത്തിൽ അവർ ഗവൺമെൻറ്റിൽ അടച്ചു വച്ചിരിക്കുന്ന ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട ടാക്സ് എമൗണ്ടിൻ്റെ ലയബിലിറ്റി കുറയ്ക്കാൻ വേണ്ടിയാണ് അവർ ഈ രീതിയിൽ ഗുഡ്സിനും സർവീസിനും ടാക്സ് എമൗണ്ട് ക്ലെയിം ചെയ്തെടുക്കുന്നത്. ഓക്കെ, താങ്ക് യു.